നരന്റെ നായാട്ട് ഭാഗം 3. കയ്യും കാലുമിട്ട് അനക്കാതെ മുക്കിലൊളിച്ച പോലെ മൂകമായിരുന്നാൽ ഈച്ചയുടെ കുത്തേൽക്കാതെ രക്ഷപ്പെടാമെന്ന പടത്തലവന്റെ ബാലപാഠം പടയാളികളായ ഞങ്ങൾ സ്ത്രീജനങ്ങൾ അപ്പാടെ തിരസ്കരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തിരി തേൻ അണ്ണാക്കിലേക്ക് തിരികെ കയറ്റി ഇനിയെങ്കിലും ഒന്ന് മൗനം പാലിക്കൂ എന്ന് താണുകേണ് ഗർജിച്ച് അങ്ങേര് പണി തുടർന്നു. ഇത് നോമ്പിന് മുൻപുള്ള ചിത്രീകരണമാണെന്ന് ഈ അവസരത്തിൽ ഞാൻ എടുത്തു പറയട്ടെ. ഒറ്റ നോട്ടത്തിൽ ഗുണാക്കേവിനോട് സാദൃശ്യമുള്ള ഈ പൊത്തിനകത്തെ കട്ടകുത്തിയ ഈച്ചകൾക്കിടയിൽ നിന്നും അവരുടെ തേനടകൾ അടിച്ചു മാറ്റാനുള്ള ഈ ചങ്കൂറ്റം സാക്ഷാൽ ശോഭരാജിൽ പോലും അന്യമായിരുന്നിരിക്കാം. അങ്ങനെ സമയം ഒച്ചിനെ പോലെ ഇഴയുകയും ചൂട് അതിന്റെ പാരമ്യത്തിലെത്തുകയും ചെയ്യുമ്പോൾ രംഗം പതിയെ വഷളായി തുടങ്ങുന്നു. തങ്ങൾക്കിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാര്യഗൗരവം ഈച്ചകൾക്ക് ഏറെക്കുറെ മനസ്സിലായി തുടങ്ങിയെന്ന് സാവേശം കിട്ടിയ കുത്തുകളുടെ എണ്ണത്തിൽ നിന്ന് നമുക്ക് അനുമാനിക്കാം. പക്ഷേ തന്റെ കയ്യിൽ തറച്ചു കയറിയ തേനീച്ചയുടെ മുള്ളുകൾ പുഷ്പം പോലെ പറിച്ചെറിഞ്ഞ് ഈ മനുഷ്യൻ വീണ്ടും പൊത്തിനകത്തേക്ക് തന്നെ. ഇയാളിത് പൊളിച്ചേ അടങ്ങൂ. സ്വന്തം നിലനിൽപ്പ് നഷ്ടമായി സമനില തെറ്റിയ തേനീച്ചകൾക്കിടയിൽ ക്യാമറയും പൊക്കി പിടിച്ചു നിൽക്കുന്ന എന്റെ നെഞ്ചിന്റെ പടഹമടി നിങ്ങൾക്കിപ്പോൾ വ്യക്തമായി കേൾക്കാം എന്ന് ഞാൻ ഊഹിച്ചു കൊള്ളട്ടെ. അപ്പോഴേ നമ്മുടെ ഹൃദയത്തിന്റെ താളം പൂർവ്വസ്ഥിതി കൈവരിച്ചതിന് ശേഷം ഇതിന്റെ ബാക്കി ഭാഗവുമായി കാണാം. ഇറ്റ്സ് മീ ഹസീന ഫ്രം എറാസ് കാസിൽ.